ശഫാഅത യൗമൽ ഖിയാമ. പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിന് നാളെ പരലോകത്ത് തല ഉയർത്തിപ്പിടിക്കുമെന്ന് റസൂലുള്ളാഹി പറയുമ്പോ, വിളിക്കാൻ കഴിയാത്ത ചെറുപ്പക്കാരാ, പള്ളിയിൽ ബാങ്ക് വിളിക്കാൻ ഭാഗ്യമില്ലാത്ത പിതാവേ, അതിനെക്കാളും പ്രതിഫലം തരാമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ? അതിനെക്കാളും പ്രതിഫലമല്ലേ പെങ്ങള്? ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കാതിരുന്നാൽ പടച്ചവനെ നിന്റെ മരണം നന്നാവുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയുകയാണ്. ബാങ്ക് വിളിച്ച് തീർന്നു കഴിഞ്ഞാൽ നീ ബാങ്കിന്റെ ദുആ ചെയ്താ, അല്ലാഹുവേ നീ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂൽ നിന്റെ കയ്യിൽ പിടിക്കുകയാണ്. ബാങ്ക് വിളിച്ചതിന് ശേഷം ദുആ ചെയ്തവന്റെ കയ്യിൽ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ബാങ്ക് വിളിച്ചതിന് ശേഷം ദുആ ചെയ്തവര് നീ സ്വർഗ്ഗത്തിൽ എങ്ങനാ പോകുന്നതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വജബത്ത് ലഹു ശഫാഅത്തി, അവന് ശഫാഅത്ത് നിർബന്ധമായി. റസൂലുള്ളാഹി കൊണ്ടുപോവുകയാ, റസൂലുള്ളാഹി കൊണ്ടുപോവുകയാ. എന്തേ ഇതിനെക്കാളും പ്രതിഫലം വേണ്ടത്? അതുകൊണ്ട് നിസാരമായി കാണരുത്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ചെറിയ പാപങ്ങൾ പൊറുക്കാനുള്ള ഒന്നാമത്തെ വഴി എന്തെന്നറിയുമോ? ബാങ്ക് വിളിക്കണേ. ബാങ്ക് വിളിക്കുന്ന സമയത്ത് മുഅദ്ദിന് പറയുന്നത് പോലെ നീയും പറയടേ, എങ്കിലും നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ബാങ്ക് വിളിക്കുന്നതിനേക്കാളും പ്രതിഫലം ബാങ്ക് വിളിക്കുന്ന സമയത്ത് കൂടെ കൂടിയാ നിനക്ക് കിട്ടും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പള്ളിയിലെ മുഅദ്ദിന്റെ പ്രതിഫലം പറഞ്ഞപ്പോ നിങ്ങൾ അത്ഭുതപ്പെട്ടു, വലിയ ഭാഗ്യവാൻ. സഹോദര, ബാങ്ക് വിളിക്കുമ്പോ നീയും കൂടെ പറ. ആണിനും പെണ്ണിനും പറയാമല്ലോ, ആണിനും പെണ്ണിനും പറയാമല്ലോ. ഇനി ഇല്ലെങ്കിൽ നീ ഒറ്റയ്ക്ക് നിസ്കരിക്കുമല്ലോ. ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന സമയത്ത് നീ ബാങ്കും ഇഖാമത്തും കൊടുത്തിട്ടേ നിസ്കരിക്കാവൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. പള്ളിയിൽ പോയി നിസ്കരിക്കുമ്പോൾ പള്ളി ബാങ്ക് വിളിക്കാറുണ്ട്. പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നു, നിസ്കരിക്കുന്നു. പക്ഷെ നിനക്ക് നിസ്കരിക്കാൻ പറ്റിയില്ല, ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയി, ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെട്ടു പോയി, നീ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന സമയത്ത്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കൊടുങ്കാട്ടിലാണ് നിസ്കരിക്കുന്നതെങ്കിലും നീ ഉറക്ക ബാങ്ക് വിളിച്ചിട്ട് നിസ്കരിക്കുന്ന നബി മുഹമ്മദ് മുസ്തഫ. വനത്തിലെ ബാങ്ക് വിളിക്കണേ, ആരെങ്കിലും കേൾക്കാനുണ്ടോ? ഇല്ല. എന്നാലും ഉറക്ക വിളിക്കണം, ഏറ്റവും നല്ല ഏറ്റവും വലിയ ശബ്ദത്തിൽ വിളിക്കണം. കാരണം ആ ശബ്ദം എന്തൊക്കെ കേൾക്കുന്നു അത് മുഴുവനും അവന് വേണ്ടി പൊറുക്കലിനെ തേടുമെന്ന് നബിയിന റസൂലുള്ളാഹി. അതുകൊണ്ട് അല്ലാഹു നമുക്ക് ബാങ്ക് വിളിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബാങ്ക് വിളിക്കണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പറ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. വിളിച്ചൂടെ? വിളിച്ചൂടെ?